സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8:11 തിരുവചനം. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 11 തിരുവചനത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവൾ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമെന്നുള്ളത് കല്ലെറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷയായിരുന്നു. അവൾ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ അവളെ കാണുകയും അവളെ പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. തുടർന്ന് യേശുവിനോട് അവർ പറഞ്ഞത്, ഈ സ്ത്രീയെ മാരകമായ പാപം ചെയ്തപ്പോൾ പിടിച്ചിരിക്കുകയാണ്. ഇവൾക്ക് ന്യായപ്രമാണം നൽകുന്ന ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. നിൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് യേശുവിനോട് ഈ സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്നവർ ചോദിക്കുന്നത്. യേശു ആ സമയം കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ യേശുവിനോട് ഈ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു നിവർന്നു ഇപ്രകാരം അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഇത് പറയുമ്പോൾ തന്നെ അവർ ഓരോരുത്തരായി അവരുടെ കയ്യിലുള്ള കല്ലുകളെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടന്നു പോവുകയാണ്. അതെ, ആ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കടന്നു വന്ന എല്ലാവരും കടന്നുപോയിരിക്കുകയാണ്. ഇപ്പോൾ യേശുവും ആ സ്ത്രീയും മാത്രം ശേഷിക്കുകയാണ്. ആ സമയം യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ എന്നും ചോദിക്കുമ്പോൾ ഇല്ല കർത്താവേ എന്ന് അവൾ മറുപടി പറയുകയാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പാപക്ഷമ നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കെല്ലാം അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് പാപക്ഷമ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾക്ക് ക്ഷമ ലഭിച്ചാൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. ന്യായപ്രമാണപ്രകാരം, അഥവാ ഒരു ദേശത്തിലെ ഭരണഘടന അനുസരിച്ച്, നിയമം അനുസരിച്ച് പാപം ചെയ്ത വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നിരിക്കെ, ഇതാ ആ പാപം ചെയ്ത വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശു അവിടെ ഒരു പുതിയ നിയമം നിർമ്മിക്കുകയാണ്. ആ പുതിയ നിയമം പാപങ്ങളെ ക്ഷമിച്ച് കുറ്റവാളിയെ ആ കുറ്റത്തിൽ നിന്നും വിമോചനം നൽകി ശിക്ഷ ഇളവ് ചെയ്ത് സ്വാതന്ത്ര്യം അരുളുന്ന അനുഭവം. നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? പാപക്ഷമ. അത് ദൈവം നൽകുവാൻ മതിയായവനാണ്. എന്നാൽ പാപക്ഷമ പ്രാപിച്ച
നമുക്ക് ആ പാപക്ഷമയോടൊപ്പം കർത്താവ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്നുള്ളതാണ്. ആമേൻ.